പീസ് ആൻഡ് ജോയ്. ഇന്ന് ഓശാന തിരുനാൾ ദിവസമാണ്. യാദൃശ്ചികമാ എന്ന രീതിയിൽ ഒരുപക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വിശുദ്ധ ക്ലാരയെക്കുറിച്ചാണ്. 1212 വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ ഒരു ഓശാന തിരുനാൾ ദിനത്തിൽ ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നടന്നിട്ടുണ്ട്. അത് ഫ്രാൻസിസ്കൻ ചരിത്രത്തിലെ തന്നെ, തിരുസഭയുടെ ചരിത്രത്തിലെ തന്നെ അതിശ്രേഷ്ഠമായ ഒരു ദൈവിക ഇടപെടലും അനുഭവമായിട്ട് പിന്നീട് നമുക്ക് ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ക്ലാര ജനിച്ചത് ഒഫ്രദേച്ചി കുടുംബത്തിലാണ്. ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള അസീസിയിലെ പ്രഭു കുടുംബമായിരുന്നു ഒഫ്രദേച്ചി കുടുംബം. അവിടെ ഫെവറീനോ ഒർത്തലാന ദമ്പതിമാരുടെ മകളായിട്ട് വിശുദ്ധ ക്ലാര ജനിക്കുമ്പോൾ ഈ ഒർത്തലാന പ്രഭു വളരെ ഭക്തയായിട്ടുള്ള ഒരമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഉദരത്തിൽ ക്ലാര വളരുന്ന അവസരത്തിൽ തന്നെ ക്ലാരയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ അവൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. സുഖപ്രസവത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ദർശനം ഉണ്ടാവുകയാണ്. തൻ്റെ ഉള്ളിൽ വളരുന്ന ശിശു അനേകർക്ക് പ്രകാശം പകരുന്ന ഒരു കുഞ്ഞായിരിക്കുമെന്നുള്ള അത്ഭുതകരമായ ഒരു അറിയിപ്പ് അവൾക്ക് അനുഭവമായിട്ട് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിശു ജനിച്ചപ്പോൾ ശിശുവിന് അവൾ ക്ലാര, ക്ലിയർ, ക്ലാരിറ്റി, പ്രകാശം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ക്ലാര എന്നുള്ള പേര് നൽകിയാണ്. ക്ലാര ഭക്തയായിട്ട് തന്നെ വളരുകയാണ്, വളരെ തീഷ്ണതയുള്ള കുഞ്ഞായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് സാന്താമിയാനോ ദേവാലയം പണിയുന്ന അവസരത്തിലൊക്കെ കല്ലുകൾ ചോദിച്ചുകൊണ്ട് നടന്നപ്പോൾ ഫ്രാൻസിസിന് ഒരു വണ്ടി കല്ല് കൊണ്ടുപോയി കൊടുത്തത് ക്ലാരയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ പിതാവ് അയച്ചതായിരുന്നു എന്ന് നമ്മൾ മുൻപ് പരാമർശിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ സാന്താമിയാനോയുടെ പണിയിലും അതിനുശേഷം ഫ്രാൻസിസിൻ്റെ അടുക്കൽ പലപ്പോഴായിട്ട് പോയിട്ട് ആത്മീയ ഉപദേശങ്ങൾ തേടുന്നതിനും ഒക്കെ ക്ലാരയ്ക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ക്ലാര വളരെ ശക്തമായിട്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും താൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്നും താൻ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഒക്കെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധ്യം വിശുദ്ധ ക്ലാരയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ക്ലാരയുടെ ഒരു പ്രത്യേകത തന്നെ അതായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് എന്താണോ തന്നോട് പറയുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ക്ലാരയ്ക്ക് സാധിച്ചിരുന്നു. ക്ലാര 1212 ഓശാന തിരുനാൾ ദിനത്തിൽ ഗീതോമെത്രാനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ക്ലാരയുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് കലുഷിതമായിരുന്നു. തന്നെ ഏറ്റവും അധികം ആത്മീയമായിട്ട് ഒരുക്കുകയും വളർത്തുകയും ചെയ്ത അമ്മയോട് പോലും പറയാതെ ഇന്ന് രാത്രിയിൽ എനിക്ക് ആ ഭവനം വിട്ട് ഇറങ്ങേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഫ്രാൻസിസിൻ്റെ അടുക്കൽ ചെല്ലണം. ഫ്രാൻസിസ് ഈശോയെ അനുകരിക്കുന്നത് പോലെ കൃത്യതയോടുകൂടി, വ്യക്തതയോടുകൂടി, തീഷ്ണതയോടുകൂടി ഈശോയെ അനുകരിക്കാനും അനുഗമിക്കാനും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അക്ഷരാർത്ഥത്തിലും ആന്തരികാർത്ഥത്തിലും ഈശോയെ സ്നേഹിക്കുവാനും അനുകരിക്കാനും എനിക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് തൻ്റെ കസിനായിട്ടുള്ള പസഫിക്കായെ കൂടി ക്ലാര കൂട്ടുകയാണ്. അങ്ങനെ പസഫിക്കായും ക്ലാരയും കൂടി അന്ന് രാത്രി എങ്ങനെ വീട് ഇറങ്ങണം എന്ന ചിന്തയിൽ ഓശാന തിരുനാൾ ദിനത്തിലെ വിശുദ്ധ കുർബാനയിൽ ക്ലാര ഇരിക്കുക. അവൾക്ക് വളരെ വിഷമം തോന്നി. തൻ്റെ അമ്മയോട് പോലും ഇത് പറയാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുരുത്തോല വിതരണം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒലിവിൻ ചില്ലകൾ വിതരണം ചെയ്തപ്പോൾ അത് ക്ലാരയ്ക്ക് മേടിക്കാനായിട്ട് സാധിച്ചില്ല. ക്ലാര അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയമായിട്ട് ഒരു ചിന്തയിലായിരിക്കുകയാണ്. അങ്ങനെ ഈ ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ക്ലാര ഇരിക്കുന്നത് കണ്ടപ്പോൾ ഗീതോമിത്രാൻ മധുബായിൽ നിന്ന് ഇറങ്ങിച്ചെന്നിട്ട് ക്ലാരയുടെ കയ്യിലേക്ക് ഈ ഒലിവിൻ ചില്ല കൊടുക്കുകയാണ്. ഒലിവിൻ ചില്ല സ്വീകരിച്ച ഉടനെ തന്നെ ക്ലാര ഞെട്ടി ഉണർന്നു. ഒരു ഉറക്കത്തിൽ നിന്നതുപോലെ ആ ദിവ്യമായ ചിന്തയിൽ നിന്ന് ക്ലാര ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കി. തനിക്ക് ചുറ്റും സംഭവിക്കുന്ന അപ്പോഴാണ് ക്ലാരയ്ക്ക് ബോധ്യമായത്. തൻ്റെ കയ്യിലിരിക്കുന്ന ഒലിവിൻ ചില്ല അല്ലെങ്കിൽ ആ കുരുത്തോല കണ്ടപ്പോൾ ക്ലാരയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. ദൈവം എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ ലക്ഷ്യത്തെ, എൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതാണ് മെത്രാനിലൂടെ ലഭിച്ച ഈ കുരുത്തോലയെന്ന് ക്ലാരയ്ക്ക് മനസ്സിലാവുകയാണ്. അന്ന് രാത്രി ആരും അറിയാതെ ക്ലാര പൊർസ്യൂങ്കളയിലേക്ക് പസഫിക്കയോടൊപ്പം വീടിൻ്റെ പുറകിലത്തെ വാതിലിലൂടെ ഓടിയിറങ്ങുകയാണ്. പൊർസ്യൂങ്കളയിൽ എത്തിയപ്പോൾ തന്നെ ഫ്രാൻസിസും സഹോദരങ്ങളും ക്ലാരയെ കാത്തിരിക്കുകയായിരുന്നു. ക്ലാരയും പസഫിക്കയുടെയും ശിരസ് അവർ മുണ്ടനം ചെയ്ത് അവർക്ക് ഒരു സന്യാസ വസ്ത്രം നൽകി, തവിട്ട് കളറിലുള്ള ചാരവസ്ത്രം നൽകിയിട്ട് അവരെ ബെനഡിക്റ്റൈൻ മഠത്തിലേക്ക് അവരെ മാറ്റുക. ബെനഡിക്റ്റൈൻ മഠത്തിൽ ഏതാനും നാളുകൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന് മനസ്സിലായി അവിടുത്തെ കഴിഞ്ഞും അല്പം കൂടി നല്ലത് കാർച്ചറിക്ക് അടുത്തുള്ള ബെനഡിക്റ്റൈൻ മഠത്തിലേക്കാണ്. അങ്ങനെ പൗലോസിൻ്റെ ആ ഒരു ബെനഡിക്റ്റൈൻ കോൺവെൻറ്റിൽ നിന്ന് കാർച്ചറിക്ക് അടുത്തുള്ള കോൺവെൻറ്റിലേക്ക് അവർ രണ്ടുപേരും മാറ്റപ്പെടുകയാണ്. അവിടെയും അവർക്ക് വീണ്ടും ഒരു സന്യാസ ജീവിതത്തിൻ്റെ കൂടുതൽ കൃത്യതയാർന്ന ഒരു വഴി അവർക്ക് പിന്തുടരേണ്ടതുണ്ടെന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കിയപ്പോൾ ഫ്രാൻസിസ് ഗീതോമെത്രാനെ കാണുകയാണ്. അദ്ദേഹം അവർക്ക് സാന്താമിയാനോ ദാനമായിട്ട് നൽകുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ഫ്രാൻസിസ് സാന്താമിയാനോ പുതുക്കി പണിതത്? ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഫ്രാൻസിസിന് ആത്മീയമായിട്ട് സഭയെ പുതുക്കി പണിയാനുള്ള ഒരു വിളിയാണ് ലഭിച്ചതെങ്കിലും
ആദ്യം ഫ്രാൻസിസ് പണിതത് ബാഹ്യമായിട്ട് തകർന്നു കിടക്കുന്ന സാന്താമിയാനോയാണ്. പക്ഷെ ദൈവത്തിന് അതുപോലെ നന്മയ്ക്കായിട്ട് മാറ്റാൻ സാധിച്ചു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അതൊരു പാഴ്വേലയായിട്ട് മാറിയില്ല. അവിടേക്കാണ്, സാന്താമിയോനയിലേക്കാണ് ക്ലാരയും അതുപോലെ തന്നെ പസഫിക്കായും കൂടെ ചെല്ലുക. അങ്ങനെ അവരങ്ങോട്ട് പ്രവേശിച്ചറിഞ്ഞപ്പോഴത്തേക്കും മൊണാൾഡോ പ്രഭു വളരെ കോപാകുലനായി. ഇത്രമാത്രം സൗന്ദര്യമുള്ള, കഴിവുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള ക്ലാര, ആ ക്ലാരയെ ഇങ്ങനെ പിച്ചക്കാരുടെ കൂട്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭിക്ഷാടനം എടുത്ത് ജീവിക്കുന്ന ഈ ദരിദ്ര സന്യാസ സമൂഹത്തിലേക്ക് വിട്ടയച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആയുധങ്ങളും എടുത്തുകൊണ്ട് തൻ്റെ പടയാളികളോടൊപ്പം ക്ലാരയുടെ അടുക്കിലെത്തുക. ക്ലാരയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ക്ലാര ബലിപീഠത്തിലേക്ക് വീണ് കിടന്നുകൊണ്ട് പറഞ്ഞു, നിശബ്ദമായിട്ട് തൻ്റെ ശിരോവസ്ത്രം മാറ്റുകയാണ്. മുണ്ടനം ചെയ്ത ശിരസും ചാരവസ്ത്രവും കണ്ടപ്പോൾ മൊണാൾഡോയ്ക്ക് മനസ്സിലാവുക, ഇനി എനിക്ക് ഇവളുടെ മേൽ യാതൊരു അധികാരവുമില്ല, മെത്രാന് മാത്രമാണ്. ഇവൾ സന്യാസം സ്വീകരിച്ചിരിക്കുന്നു. അവർ വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. എന്നാൽ ഓശാന തിരുനാൾ കഴിഞ്ഞു, ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു. ഉയർപ്പ് തിരുനാളിൻ്റെ 8-ാം ദിവസം, നമുക്കറിയാം അത് പുതുഞായറാണ്, 8-ാം ഇടത്തിൻ്റെ അന്നാണ് പുതുഞായർ. ഉയർപ്പിൻ്റെ 8-ാം ഇടത്തിൽ വീണ്ടും ഒരത്ഭുതം സംഭവിക്കുക. ക്ലാരയുടെ അനുജത്തിയായിട്ടുള്ള ആഗ്നസ് ഇതുപോലെ തന്നെ വീട് വിട്ടിറങ്ങിയ അത് മൊണാൾഡോയെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു. ഇങ്ങനെ അസീസി നഗരത്തിലെ പ്രഭുകുമാരിമാരെല്ലാം ഈ ദരിദ്ര ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കുടുംബം തകരുകയില്ലേ? അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് തൻ്റെ തൻ്റെ സഹപടയാളികളോടൊപ്പം തന്നെ ആ മഠത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. അവിടെ എത്തി അവർ ആഗ്നസിനെ കൈകൊണ്ട് കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആഗ്നസ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ക്ലാര സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ സഹായിക്കണം. ക്ലാരയ്ക്ക് വേറെ എവിടെയാണ് അഭയമുള്ളത്? അവളുടെ അത്രയും ക്ലാരിറ്റി വേറെ എവിടെയാണ്? അവൾ നേരെ സക്രാരിയുടെ മുമ്പിലേക്ക് പോയി കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ ആഗ്നസിൻ്റെ വസ്ത്രം അവിടെയുള്ള ഒരു റോസച്ചെടിയിൽ മുടക്കി, ഒരു കാട്ടു റോസച്ചെടിയിൽ. ആ വസ്ത്രം അവിടുന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ നിലത്ത് കിടത്തിയപ്പോൾ അവളുടെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് പടയാളികൾക്ക് ആർക്കും അവരെ വലിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. ഉടനെ തന്നെ മൊണാൾഡോ വന്നിട്ട് അവളുടെ കൈ പിടിച്ചു നോക്കിയപ്പോൾ ഭാരം കൊണ്ട് അദ്ദേഹത്തിന് അനക്കാൻ സാധിച്ചില്ല. മൊണാൾഡോ പറഞ്ഞു, രാത്രി മുഴുവൻ ഇവൾ ഉരുക്ക് തിന്നുകയായിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ആഞ്ഞ് അവളുടെ മുഖത്ത് ഒരടിയടിച്ചു. അടിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഇരുമ്പിലടിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കൈ വേദനിച്ച് അലറിക്കരയുകയാണ്. ഉടനെ ക്ലാര ധൈര്യത്തോടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവളെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ തിരികെ പോവുക. അവളുടെ ധൈര്യത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവർ ഉടനെ ആഗ്നസിനെ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതിനിടയിൽ ക്ലാരയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു, നീ ദരിദ്ര ജീവിതം നയിച്ചാൽ അത് നിനക്ക്, പക്ഷേ നിന്റെ സമ്പത്ത് ഒരു പങ്ക് പോലും നിനക്ക് ലഭിക്കുകയില്ല, സഹോദരങ്ങളുടെ പങ്കും ഒന്നും നിനക്ക് ലഭിക്കുകയില്ല. ഉടനെ ക്ലാര പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സമ്പത്ത് എൻ്റെ അവകാശപ്പെട്ടത് അത് എനിക്ക് തന്നെ ആവശ്യമാണ്. ക്ലാരയുടെ വാക്കുകൾ കൃത്യതയാർന്നതായിരുന്നു. അത് അവൾക്ക് നൽകപ്പെടുകയും ചെയ്തു. കാരണം ക്ലാരയ്ക്ക് അറിയാമായിരുന്നു, ഇറങ്ങിപ്പോരുമ്പോൾ ആ സമ്പത്ത് വീട്ടുകാർക്ക് കൊടുത്തിട്ടല്ല പോരേണ്ടത്, അത് ദരിദ്രർക്ക് കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഫ്രാൻസിസിൽ നിന്ന് ക്ലാര മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാര അത്ര കൃത്യതയോടുകൂടി അവിടെ ജീവിക്കുകയാണ്. പിന്നീട് ക്ലാരയുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഫ്രാൻസിസിന് എവിടെയെങ്കിലുമൊക്കെ സംശയങ്ങൾ നേരിടുമ്പോൾ ഫ്രാൻസിസ് 2 പേരുടെ അടുക്കിലേക്കാണ് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിരുന്നത്. ഒന്ന് സിൽവസ്റ്റർ അച്ഛൻ്റെ അടുക്കിലേക്കാണ്, അദ്ദേഹം പറയുന്നത് ഫ്രാൻസിസ് കേൾക്കും. അതുപോലെ ക്ലാരയുടെ അടുക്കിലേക്കും. ക്ലാര വളരെ കൃത്യതയോടുകൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഫ്രാൻസിസിന് ഉള്ള ദർശനങ്ങൾ, ഉപദേശങ്ങൾ, പരിശുദ്ധാത്മാവ് എന്ത് പ്രേരിപ്പിക്കുന്നുവെന്ന് ഉള്ള ഒരു ദിശാബോധം നൽകുവാനായിട്ട് ക്ലാരയുടെ വാക്കുകൾക്ക് സാധിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് എത്ര കൃത്യതയോടെയാണ് ക്ലാരയിലൂടെ ഫ്രാൻസിസ്കൻ സഭയിലെ തിരുസഭയുടെ ചരിത്രത്തിൽ ഇടപെടുന്നതെന്ന് നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. ഈ ക്ലാരയാണ് തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി സ്വയമേ നിയമാവലി എഴുതിയുണ്ടാക്കിയത്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതയായിട്ട് ക്ലാര എഴുതിയ നിയമാവലി ഫ്രാൻസിസിൻ്റെ നിയമാവലിയോട് അതേ വിധേയത്വം പുലർത്തുന്നതായിരുന്നു. ഫ്രാൻസിസിൻ്റെ ഒരു കൊച്ചു പൂവെന്ന് വിശേഷിപ്പിക്കാനായിട്ട് ക്ലാര സ്വയം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാർപ്പാപ്പമാർ പോലും ക്ലാരയോട് ആ നിയമാവലി അംഗീകരിച്ച് തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴും അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ക്ലാര പറഞ്ഞു, എനിക്ക് ഈ നിയമാവലി അംഗീകരിച്ച് തരണം. ഒടുവിൽ ക്ലാരയുടെ വാക്ക് തിരുസഭ കേൾക്കുകയാണ്. തിരുസഭ ആദ്യമായിട്ട് ഒരു വനിതയുടെ നിയമാവലി അംഗീകരിക്കുകയാണ്. അത് വിശുദ്ധ ക്ലാരയുടെ നിയമാവലി തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. ഫ്രാൻസിസിലൂടെ ലഭിച്ച ഈ സുവിശേഷത്തിൻ്റെ ഈ ഒരു പുതിയ ചൈതന്യം അത് പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. അത് ആ ചൈതന്യം, ആ
ആ പുത്തൻ പന്തക്കുസ്ത സ്ത്രീകളിലൂടെയും ആരംഭിച്ച് സഭയിൽ ഒരു പൂർണ്ണതയുള്ള ഒരു ദൈവിക ഇടപെടലും പുത്തൻ പന്തക്കുസ്തയുമായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് ക്ലാരയിലൂടെ തുടക്കം കുറിച്ചത്. അതൊരു ഓശാന തിരുനാൾ ദിനത്തിലായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിക്കാം, നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ ഫ്രാൻസിസിനെയും വിശുദ്ധ ക്ലാരയെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രകാശിതരാവാനുള്ള കൃപ നമുക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.